പൂപ്പൊലി കാണാൻ ആദ്യ 2 ദിനം എത്തിയത് 17,000 പേർ. വൈകുന്നേരങ്ങളിലാണ് സന്ദർശകരുടെ തിരക്കേറെ. രണ്ടാം ദിനമായ ഇന്നലെ പുഷ്പവിളകളുടെ പുത്തൻ സാങ്കേതിക വിദ്യകളും കമ്പോള സാധ്യതകളും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന പൂപ്പൊലിയിൽ ജനപങ്കാളിത്തമേറുകയാണ്. ആദ്യ ദിനം 4080 മുതിർന്നവരും 943 കുട്ടികളും മേള കാണാനെത്തി. അവധി ദിനമായിരുന്ന ചൊവ്വാഴ്ച 8916 മുതിർന്നവരും 3007 കുട്ടികളുമെത്തി. വൈകുന്നേരങ്ങളിലാണ് ജനപങ്കാളിത്തം ഏറെ. വൈകിട്ട് നടക്കുന്ന കലാപരിപാടികൾ കാണാൻ ധാരാളം പേരെത്തുന്നുണ്ട്. വാണിജ്യ സ്റ്റാളുകളും അമ്യൂസ്മെന്റ് പാർക്കും ഭക്ഷണശാലയുമെല്ലാം തയ്യാറായിട്ടുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പൂക്കളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച ഇക്കുറിയില്ല. മുൻവർഷങ്ങളിലെ വലിയ ആകർഷണങ്ങളിലൊന്നായ ഗ്ലാഡിയോലസ് തോട്ടത്തിൽ പൂക്കൾ വിരിഞ്ഞു തുടങ്ങുന്നതേയുള്ളൂ. പൊതുജനങ്ങൾക്കായി മത്സരങ്ങളും കാർഷിക സെമിനാറുകളും നടക്കുന്നുണ്ട്. രണ്ടാം ദിനമായ ഇന്നലെ പുഷ്പവിളകളുടെ പുത്തൻ സാങ്കേതിക വിദ്യകളും കമ്പോള സാധ്യതകളും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ഇന്ന് ഭക്ഷ്യവിളകളിലെ കീടനാശിനി അവശിഷ്ടം പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത്. ഓരോ വിഭാഗത്തിലും വിദഗ്ധരായ ശാസ്ത്രജ്ഞരാണ് ക്ലാസുകൾ നയിക്കുന്നത്. മലനാട് ന്യൂസ്, അമ്പലവയൽ.